ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലോട്ട് ബൈ റോസ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഷോർട്ട് ടോപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. പ്ലെയിൻ മെറ്റീരിയൽ ആണ് വരുന്നത്. അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, വർക്ക് എന്ന് വെച്ചാൽ ഹാൻഡ് വർക്കൊന്നല്ല, സ്റ്റിച്ചിങ്ങിൽ തന്നെ വരുന്ന ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലെയിൻ ടോപ്പുകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തേണ്ടത് ഞാൻ കണ്ടോ, ഇച്ചിരി ക്യാമറയിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അത്രയും കളറൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു ഷെയ്ഡുള്ളൂ, റാണി പിങ്കിന്റെ ഷെയ്ഡാണ് വരുന്നത്. ചെറിയൊരു കോട്ടന്റെ പ്രിന്റ് ആണ് വന്നത്. ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്യണില്ല. ഫ്രണ്ടിന്റെ പോർഷനിൽ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് അതിനെ തിരിച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കണ ഒരു മെത്തേഡാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ പ്ലെയിൻ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു മോഡലാണ്. ജീൻസിനൊപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം. ആദ്യമേ തന്നെ ഫ്രണ്ടിൻ്റെ ഭാഗം പ്ലീറ്റ് ഇടാനുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ കൂടെ ലൂസ് ആഡ് ചെയ്തിട്ട് അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു 40 ഇഞ്ചാണ് നിങ്ങളുടെ ചെസ്റ്റ് അളവ് വരണുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് കൂട്ടിയിടാം, 42 ഇഞ്ച്. അപ്പോൾ അതിന് 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 21 ഇഞ്ച് വരും. അപ്പോൾ 21 ഇഞ്ചിൽ നമ്മൾ ഫ്രണ്ടിൻ്റെ പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് വിട്ടിൽ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 44 ഇഞ്ച് വിട്ട്, അതായത് നമ്മളുടെ ഈ മെറ്റീരിയലിൻ്റെ ഫുൾ വിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു 44 ഇഞ്ചിൽ വരുന്ന ആ ഒരു വിട്ടിലാണ് നമ്മൾ ഇത് പ്ലീറ്റ് ഇട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ടോപ്പിൻ്റെ ഒരു ഫുൾ ലെങ്ത്തും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം. അപ്പോൾ ഞാൻ 16 ഇഞ്ചിൽ ഞാനിത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ എനിക്കപ്പോൾ ഒരു 5 ഇഞ്ചോളം എക്സ്ട്രാ സ്ലീവിന് ഒരു ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് എനിക്കൊരു 21 ഇഞ്ച് കിട്ടും കേട്ടോ. അതിനുശേഷം ഈക്വലി ഈ ഒരു 21 ഇഞ്ചിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു വിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കണക്കനുസരിച്ച്. അപ്പോൾ അതിനെ നമ്മൾ ഈക്വൽ വിട്ടിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതായത് ഓരോ പാർട്ടായിട്ട് നമ്മളുടെ പ്ലീറ്റ് ഇടാനുള്ള ഒരു പോർഷൻസ് ഒരു 6 ഇഞ്ച് നീക്കിയിട്ട് ഞാൻ ഇതുപോലെ ഓരോ പോർഷൻസും 6 ഇഞ്ച് നീക്കി ഇതുപോലെ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇച്ചിരി വിട്ട് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒന്നും കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഇതുപോലെ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഇട്ട് കൊടുത്തേണ്ട പ്ലീറ്റ് നമ്മൾ താഴ്ത്തോട്ട് തിരിച്ച് വെച്ച് അടിക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ടക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണത് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല. നമ്മൾ 3 ഇഞ്ച് വിട്ട് വീതം നമ്മൾ ഓരോ പ്ലേറ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലേക്കൂടെ നമ്മൾ ഈ പ്ലേറ്റുകൾ ഇട്ട് കൊടുത്താണ് പ്ലേറ്റുകൾ തിരിച്ചു വെച്ചിട്ട് ഒന്നും കൂടി അടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ ഈ പിൻടക്ക്. ഞാൻ ആദ്യം റഫായിട്ട് തന്നെ ഒരു ലൈനിങ്ങിൽ ഞാൻ ഇതിൻ്റെ ബോഡി പോർഷൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടതിന് ശേഷം 6.5 ഇഞ്ച് ഞാൻ ഷോൾഡർ അളവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 5.5 ഇഞ്ച് ആസ് യൂഷ്വൽ നമ്മൾ മിഡ് ആം ഹോൾ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ് വരുന്നത്. അതായത് ചെസ്റ്റിൻ്റെ കൂടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 13.5 ഇഞ്ചിലാണ് വേസ്റ്റിൻ്റെ ലെങ്ത് വരുന്നത്. അതിൻ്റെ റൗണ്ട് 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 21 ഇഞ്ചാണ് ഫുൾ ലെങ്ത് വരുന്നത്. അവിടെയും 9 ഇഞ്ചാണ് റൗണ്ട് വരുന്നത്. വേസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ചും ഏറ്റവും അവസാനവും 2 ഇഞ്ച് ലൂസാണ് ഞാൻ ആഡ് ചെയ്തത്. എന്നിട്ട് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് വേസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫുൾ ലെങ്ത്തിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ 21 ഇഞ്ചിൻ്റെ കൂടെയും 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശേഷം നമ്മൾ സീം എലമെന്റ്സ് എല്ലാം വിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ആം ഹോളിൻ്റെ പോർഷനും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചാണ് ഞാൻ മുകളിലോട്ട് കൊടുത്തത്. നെക്ക് അളവ് ഈ ഒരു പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്യണം. കാരണം നെക്ക് നമ്മൾ മാർക്ക് ചെയ്യണ ആ ഒരു ഷേപ്പിലല്ല വരുന്നത്. എന്നാലും ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെക്ക് അളവ് മാർക്ക് ചെയ്യണത്. അപ്പോൾ നെക്കിൻ്റെ വിട്ട് ഞാനൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് ലെങ്ത് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം അതൊരു റൗണ്ട് ഷേപ്പിൽ ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ആ ഒരു നെക്കിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, 9 ഇഞ്ച് മാർക്കിംഗ് ഉണ്ടല്ലോ, അവിടേക്ക് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ബാക്ക് പോർഷനാണ് ഇനി നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ലൈനിങ് ബാക്കിൻ്റെ ആ പീസോട് കൂടിയിട്ട് വെച്ചിട്ട് നമ്മൾ ട്രേസിങ് വീൽ യൂസ് ചെയ്തിട്ട് അത് ആ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ നെക്കിൻ്റെ ഭാഗം നമ്മൾ വരച്ച് വെച്ചാണ് ഒരു ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ, അവിടെ മുതലാണ് നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ്. എന്നിട്ട് നമ്മൾ ബാലൻസ് ഉള്ള സീം അലവൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നെക്കിൻ്റെ പോർഷൻ വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, അത് ആ ഒരു നെക്ക് ആംഹോളോട് കൂടിയിട്ട് വരുന്ന ഒരു ഷേപ്പാണ്, അത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ശേഷം ഫ്രണ്ട് പോർഷൻ നമ്മൾ പ്ലീറ്റ് ടച്ച് ചെയ്യണ പോർഷൻ ഇതുപോലെ നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് ബാക്ക് പോർഷൻ വെച്ചിട്ട് ആ സെയിം മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി സ്ലീവാണ് ഞാൻ മാർക്ക് ചെയ്യണത്. അപ്പോൾ ഒരു 7 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. ബാലൻസ് ഉള്ള ആ ഒരു വിഡ്ത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. 10 ഇഞ്ചോളം നമുക്ക് വരണ്ട്. 10 ഇഞ്ചല്ല, ഫോൾഡ് ചെയ്തിട്ടിട്ട് 10 ഇഞ്ചോളം വരണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 20 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. 20 ഇഞ്ച് വിട്ടും ഒരു 7 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ 2 പീസ് ഞാൻ ഇതുപോലെ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്താണിത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നെക്ക് പോർഷൻ ഉണ്ടല്ലോ, നെക്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗം വരണ്ട്. അത് ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിക്കുകയാണ് ചെയ്യണത്. ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അടിച്ച് വെക്കുക. നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ബാക്കിലെയും ഫ്രണ്ടിലെയും നല്ല വശത്തോടു കൂടി നല്ല വശം വെച്ചിട്ട് സൈഡ് പോർഷൻ 2 ഭാഗവും നമ്മൾ ഫിനിഷ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ 2 ഭാഗവും നമ്മൾ ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഒരു 1 ഇഞ്ചിൻ്റെ വിട്ട് വരുന്ന ഇലാസ്റ്റിക് ആണ് വെക്കണത്. അപ്പോൾ അത് നമുക്ക് ഉള്ളിലോട്ട് കയറ്റി വിടാവുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടണത് കേട്ടോ. ഒരു സൈഡ് ഇതുപോലെ നമ്മൾ 1 ഇഞ്ച് വിട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഒന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യണത്. അതൊരു 1/4 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ ഒന്ന് മടക്കി അടിക്കുക. ശേഷം ഞാൻ ആ 1 ഇഞ്ച് വിട്ടിൻ്റെ ഇലാസ്റ്റിക് 8 ഇഞ്ച് ലെങ്ത്തിലാണ് കൊടുത്തേണത്. കാരണം മുകളിൽ ഞാനൊരു നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തത് 4 ഇഞ്ചായിരുന്നല്ലോ. അപ്പോൾ 4ഉം 4ഉം 8 ഇഞ്ച് അങ്ങനെയാണ് ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചാണത്. ഒരു 8 ഇഞ്ചിൽ നമ്മൾ 2 ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഇലാസ്റ്റിക് കയറ്റാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് കയറ്റി വിടാം. അപ്പോൾ ഒരു സൈഡിൻ്റെ എൻഡ് എത്തുമ്പോൾ ഒന്നൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇലാസ്റ്റിക് എല്ലാം ഉള്ളിലായി കഴിയുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ എൻഡ് സൈഡും ഇതുപോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഞാനൊരു 1/4 ഇഞ്ച് വിട്ടുള്ള ഇലാസ്റ്റിക് ആണ് വെച്ച് കൊടുത്തത്. അത് നല്ല രീതിയിൽ തന്നെ വലിച്ച് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു പഫ് മോഡൽ സ്ലീവ് നമുക്ക് കിട്ടും കേട്ടോ. ശേഷം ചെയ്ത് വെച്ചാണ് ഈ സ്ലീവ് നല്ല വശത്തോടു കൂടി നല്ല വശം വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബൈസെപ്സ് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം 11 ഇഞ്ചാണ് എൻ്റെ ഒരു കൈയുടെ ഹാഫ് സ്ലീവിൻ്റെ ഒരു റൗണ്ട് വരണത്. അപ്പോൾ നമ്മൾ 11 ഇഞ്ചിൻ്റെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 4 ഇഞ്ചാണെങ്കിലും മതി. അപ്പോൾ കാരണം ഇലാസ്റ്റിക് ആണ് അടിയിൽ വരുന്നത്, അത് നല്ല കൃത്യത്തിൽ തന്നെ വലിഞ്ഞു വന്നോളും. അപ്പോൾ ഒരു കുറച്ച് പോർഷൻ ഒരു 1 ഇഞ്ചോളം ഞാൻ കൂട്ടിയടിച്ചിട്ടുണ്ട്. കാരണം ബാലൻസ് ഉള്ള ആ ഭാഗം മൊത്തം നമ്മളുടെ ബോഡി പോർഷൻ അടിച്ചു വെച്ചാൽ ആ ഒരു ആം ഹോളിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ ഈക്വൽ ആയിട്ട് വന്നെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു സ്ലീവ് കറക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു റൗണ്ടും, അതായത് നമ്മൾ അടിച്ചു വെച്ചാൽ ബോഡി പോർഷന്റെ ആം ഹോളിന്റെ റൗണ്ടും സ്ലീവിന് വന്നേണ ആം ഹോളിന്റെ റൗണ്ടും കൃത്യം തന്നെ ആയിരിക്കണം. അപ്പോൾ അതിന്റെ ഒരു മെഷർമെന്റ് നോക്കിയിട്ട് വേണം നിങ്ങളത് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് റെഡിയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ പോർഷനിൽ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പ്ലെയിൻ മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു മോഡലാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്